ഇവരാണ് നമ്മുടെ ജാസ്മിൻ ഗ്രൂപ്പിൻ്റെ ലീഡേഴ്സ്. ഇവരാണ് ഈ ഗ്രൂപ്പ് ഈ ട്രിപ്പ് നയിക്കുന്നത്. നമ്മുടെ വണ്ടിയിൽ ആൾക്കാർ കുറവാണ്, എല്ലാവരും നല്ല ക്ഷീണത്തിലാണ്. 4 മണിക്കൊക്കെ എഴുന്നേക്കണായിരിക്കുള്ളൂ ആൾക്കാരെ. കാരണം 5 മണിക്ക് പുറപ്പെട്ടാണ് നമ്മളവിടെ നിന്ന് പുനമാവിന്ന്. എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്. അതിൻ്റെ ഉറക്കവും ഒക്കെ ആയിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്. വണ്ടിയിൽ ആൾക്കാർ കുറവാണ്. നമ്മുടെ അത് പള്ളിയിൽ ഒരു പരിപാടി വന്ന കാരണം ആൾക്കാർ പതുക്കൊന്ന് പിൻവലിഞ്ഞ്. അതുകൊണ്ട് എന്നാലും നമ്മൾ യാത്ര പിൻവലിച്ചില്ല, യാത്ര നമ്മൾ തുടർന്നു. എല്ലാവരും നല്ല ക്ഷീണത്തിലാണ്. എന്നാലും നമ്മുടെ വണ്ടിയിൽ ഉറങ്ങാതിരിക്കുന്ന ഒരു മനുഷ്യനേ ഉള്ളൂ. ഉറങ്ങിയിട്ടില്ല പാവം. ഇതാ നമ്മുടെ ഡ്രൈവർ ബിജു. ഈ മനുഷ്യന് ഉറക്കമില്ല കേട്ടോ, ഉറക്കമില്ലാത്തൊരു മനുഷ്യനാണത്. നമ്മളെത്തിയിരിക്കുന്നത് ചീയപ്പാറ വെള്ളച്ചാട്ടമാണ്. മൂന്നാറിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പോകുന്നവർ ആദ്യം ഇറങ്ങുന്ന ഒരു സ്ഥലം. ഇവിടെ ഇറങ്ങാതെ ഒരുവിധപ്പെട്ടവരാരും മൂന്നാറിലേക്ക് പോവില്ല ഈ വെള്ളച്ചാട്ടം കാണാതെ. വെള്ളമില്ലെങ്കിൽ പോലും വെറുതെയെങ്കിലും വന്ന ആൾക്കാരൊന്നും ഇരുന്നിട്ടേ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ആൾക്കാർ പോകുള്ളൂ. അത്രയ്ക്ക് സുന്ദരമായിട്ടൊരു കാഴ്ചയാണത്. നമ്മൾ ഹൈഡൽ പാർക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വൈകി. ഇനിയും ഉണ്ട് നമുക്ക് 2-3 സ്ഥലങ്ങളും കൂടി കയറാൻ. അപ്പോൾ എല്ലാവരും ഫ്ലവർ ഷോ കാണാനായിട്ട് അകത്തോട്ട് കയറിയില്ല. ആകെ 2-3 പേര് മാത്രമേ പോയുള്ളൂ. ബാക്കി എല്ലാവരും കണ്ടിട്ടുള്ളവരാണ്. അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് നടക്കണമായിരുന്നു. അപ്പം നമ്മുടെ ആൻറ്റിമാർ കണ്ണാണാൻ പാടില്ലാതെ എന്തൊക്കെയോ തപ്പിപ്പറക്കി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ വിളിപ്പിച്ചൊരു ഫോട്ടോ ഒക്കെ എടുക്കാം എന്നൊക്കെ കരുതി അങ്ങനെ നിന്ന്. പിന്നെ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഭക്ഷണവും കഴിച്ചിട്ടാണ് ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നത്. ഇപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് ടീ ഫാക്ടറിയിലാണ്. ഇനിയിപ്പോൾ ഡാമിലേക്ക് പോകാനായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ വഴി മൊത്തം ബ്ലോക്കാണ്. ഇനി അങ്ങോട്ടുള്ള യാത്ര ബ്ലോക്കായതുകൊണ്ട് നേരെ ടൗണിലേക്ക് പോയി കാന്തല്ലൂർക്ക് തന്നെ തിരിച്ചു പോകാം എന്നാണ് കരുതിയിരിക്കുന്നത്. മട്ടുപ്പെട്ടി ഡാം പരിപാടി ഉപേക്ഷിച്ചു.
ആനക്കോട്ടപ്പാറയിലേക്കുള്ള ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി. ഇപ്പോൾ ഇരുട്ടായി, ഏതാണ്ട് 7 മണി 7-7:30യോളമായി. നമ്മളവിടെ എത്തണ വീഡിയോ ഒന്നും നമുക്ക് പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. പാചകത്തിൻ്റെ തിരക്കിലാണ് എല്ലാവരും. രാത്രിയത്തെ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കണേ. എല്ലാവരും ഓരോ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് നമ്മുടെ പണികളൊക്കെ തീർന്ന് അതപ്പോൾ ജോഡി ചേച്ചിയുടെ അടുത്ത സ്പെഷ്യൽ ഉണ്ടാക്കാൻ തുടങ്ങിയേക്കണേണ്. പുള്ളിക്കാരത്തി വരുമ്പോൾ എന്തെങ്കിലുമായിട്ട് നമുക്ക് കഴിക്കാനൊക്കെ ഉണ്ടാവും. ഇത്തവണ ഇവിടെ വന്നിട്ട് പാചകം ചെയ്യാനാണ് പുള്ളിക്കാരത്തി തീരുമാനിച്ചേച്ച്. കപ്പലണ്ടിയും പപ്പടവും തക്കാളിയൊക്കെ കൂട്ടൊരു കൂട്ടം കറി, ഒരു പുഡിങ് പോലെ. ഏതായാലും സംഗതി അടുപ്പിനായിരുന്നു. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും. പുള്ളിക്കാരത്തി വണ്ടിക്കകത്ത് കയറിയാൽ പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് ഇരിക്കാനാണ് എല്ലാവർക്കും കൊതി. എന്തെങ്കിലുമായിട്ട് പൊതിയൊക്കെ ഉണ്ടാവും. പുഡിങ്, ഐസ്ക്രീമോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കാനുണ്ടാവും. Surabali ponache